PM ശ്രീയിൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരാണെന്നും ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. PM ശ്രീ കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണമോ എന്നത് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് വിദ്യാർത്ഥി ചാരായം സ്കൂളിലേക്ക് കൊണ്ടുവന്ന സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിക്കാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നും ചീത്ത പറഞ്ഞും ശിക്ഷിച്ചും വിദ്യാർത്ഥികളെ തിരുത്താൻ കഴിയില്ലെന്നും അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പരിശോധിക്കാൻ അനുമതി നൽകിയാൽ ദുരുപയോഗം ചെയ്തേക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ +1 അധിക സീറ്റും ബാച്ചും അനുവദിക്കുമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു. മൂന്നാം അലോട്ട്മെന്റിന് ശേഷം പാലക്കാടും മലപ്പുറത്തും സീറ്റ് ക്ഷാമം ഉണ്ടായേക്കുമെന്നും പരിഹാര നടപടികൾ ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേരളമില്ല എന്നാണ് പറഞ്ഞത്. കേരളമില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളത് കഴിഞ്ഞ അടിയന്തര പ്രമേയത്തിൽ കൃത്യമായി നിയമസഭയിൽ തന്നെ വിശദീകരിച്ചല്ലോ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒപ്പിട്ടിരിക്കുകയാണ്. ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി കേന്ദ്രത്തിന് എല്ലാ അവകാശവും കൊടുത്തുള്ള ഒരു കരാറിലാണ് ഒപ്പുവെച്ചത്. ഇതെല്ലാം വിശദീകരിച്ചതാണ്. പിന്നെന്തിനാ ഒപ്പിട്ടത്? നിയമസാധ്യത ഇല്ലാത്തത് നോക്കിയിട്ടാണ് ഒപ്പിട്ടത്. പുതിയ സർക്കാരിന് റദ്ദ് ചെയ്യാൻ എവിടെയാണ് അതിൽ ഓപ്ഷൻ ഇല്ല. ഞങ്ങളത് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ നോക്കുന്നുള്ളൂ. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞതിന് രാജ്യത്ത് പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷം കേരളത്തിലുണ്ടാവും. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ഗവൺമെന്റിന്റെ തീരുമാനമോ പുതിയ കാര്യമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് പ്രതിഷേധിച്ചവരാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷം. അപ്പോൾ അത് അവർ ചെയ്തു വെച്ച സംഗതികളിലുള്ള ജാള്യത അത് മറക്കാനാണ് ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളൊക്കെ. സത്യത്തിൽ ഞങ്ങൾ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ പരിശോധിക്കുന്നില്ലേ ഉള്ളൂ. ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. അതെ, ഉപസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. ഇനി അടുത്ത 1-ാം തീയതി ചേരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.